പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകത്തിൻ്റെ 9-ാം ഭാഗത്തിലേക്കാണ് നമ്മൾ വായന ആരംഭിക്കുന്നത്. നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഇത് ശ്രവിക്കാം. പ്രാർത്ഥനയിലായിരിക്കാം. ഞാൻ ശിഷ്യന്മാരുടെ അരികിലേക്ക് തിരികെ ചെല്ലുമ്പോൾ മത്സ്യം കൊണ്ട് ഒരു ലഘുഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു അവർ. സമയം ഉച്ചയോടടുത്തിരുന്നു. തോമസ് പറഞ്ഞു, ഗുരോ, അങ്ങ് പോയിട്ട് ഒരുപാട് നേരമായല്ലോ. ഞങ്ങൾക്ക് അല്പം ഉത്കണ്ഠ തോന്നാതിരുന്നില്ല. ഉത്കണ്ഠയുടെ ആവശ്യമില്ല തോമസ്, ഞാൻ എൻ്റെ പിതാവിനോട് കൂടിയായിരുന്നു. ശിമിയോൻ പത്രോസ് അല്ല, എൻ്റെ അടുത്ത് വന്ന് പാകം ചെയ്ത മത്സ്യം തന്നു. ഞാൻ അതിൽ നിന്നെടുത്ത പിതാവിന് നന്ദി പറഞ്ഞു. അപ്പോൾ ശിമിയോൻ വളരെ താഴ്ന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു, ഇവർ തമ്മിൽ വീണ്ടും തർക്കിക്കുകയായിരുന്നു ഗുരു. ഞാൻ നോക്കിയപ്പോൾ യൂദാസ് പുറംതിരിഞ്ഞിരിക്കുന്നു. പത്രോസും യോഹന്നാനും യാക്കോവും ജാലല്യത്തോടെ നിലത്ത് കണ്ണു നട്ടിരിക്കുന്നു. ഈ പ്രാവശ്യം നിങ്ങൾ തമ്മിൽ എന്തിനു ചൊല്ലിയാണ് വിസമ്മതമുണ്ടായത്? ഞാൻ ചോദിച്ചു. പത്രോസ് പറഞ്ഞു, യൂദാസ് പറയുകയാണ്, നമ്മുടെ വേലയ്ക്ക് കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ നമ്മൾ വലിയ വലിയ പട്ടണങ്ങളിലേക്ക് നീങ്ങണമെന്ന്. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നിടത്തേക്കാണ് നമ്മൾ പോകേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് മാത്രമൊന്നുമല്ല, അതിൽ കൂടുതലുണ്ട്. യൂദാസ് നിലവിളിക്കുകയായിരുന്നു. ഇവർ പറയുന്നത് ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കുന്നത് പണം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണെന്നും ഞാൻ പണത്തെ മാത്രമാണ് സ്നേഹിക്കുന്നതും എന്നാണ് ഗുരു. നമ്മുടെ ഭക്ഷണകാര്യങ്ങൾ എങ്ങനെ നടക്കും? എങ്ങനെ വസ്ത്രം വാങ്ങിക്കും? അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ താമസ സ്ഥലങ്ങൾക്ക് വാടക കൊടുക്കുന്നത് എന്നൊക്കെ ഞാൻ വേവലാടിപ്പെടാറുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ അങ്ങനെ ആയിരിക്കേണ്ടത് ആവശ്യവുമാണ്. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. നമ്മൾ ഒരിക്കലും അധികമൊന്നും സമ്പാദിച്ചിട്ടില്ല എന്നോർക്കണം. നമ്മളെ തീറ്റിപ്പോറ്റുന്ന നല്ല മനസ്സുകളെ ആശ്രയിച്ചാണ് നമ്മൾ ഓരോ ദിവസവും കഴിയുന്നത്. ആളുകൾക്ക് താങ്ങാവുന്ന തുക അവരുടെ കയ്യിൽ നിന്ന് പിരിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി സുഖപ്രദമാകും. ഇതാണ് ഞാൻ പറഞ്ഞത്. യൂദാസ്, ഒരുപാട് ആദ്യ പിടിക്കരുത്. എൻ്റെ പിതാവിൽ വിശ്വസിക്കൂ. ഇത്ര കാലവും പിതാവ് നമ്മൾക്കായി എങ്ങനെ കരുതി എന്നത് നീ കാണുന്നില്ലേ? ചോദിച്ചു വാങ്ങുമ്പോൾ അത് ബാധ്യത മൂലം തരുന്ന പണമാണ്. അത് എത്ര അധികം കിട്ടിയാലും സ്നേഹത്തെ പ്രതി ലഭിക്കുന്ന അല്പമാണ് കൂടുതൽ നല്ലതെന്ന് നീ കാണുന്നില്ലേ? നമ്മൾക്ക് നൽകപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. കൂട്ടിവെക്കേണ്ട ആവശ്യവുമില്ല. നമ്മൾക്ക് ആവശ്യമായത് വിശ്വാസം മാത്രമാണ്. അപ്പോൾ എല്ലാം നൽകപ്പെടും. ലാഭമുണ്ടാക്കുവാനാണ് നാം ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഫരിസേയരെക്കാൾ ഒട്ടും ഭേദമല്ല. രക്ഷിക്കപ്പെടുന്ന ആത്മാക്കളെയാണ് നമ്മൾ കാണേണ്ടത്. അതാണ് യഥാർത്ഥ പ്രതിഫലം. നമ്മുടെ സുസ്ഥിതിയെക്കുറിച്ചുള്ള നിന്റെ ഉത്കണ്ഠ എനിക്ക് മനസ്സിലാകുന്നുണ്ട് സുഹൃത്തെ. എങ്കിലും എന്നിൽ കൂടുതൽ വിശ്വാസം അർപ്പിക്കുവാൻ പഠിക്കൂ. അങ്ങനെ സമാധാനമായിരിക്കൂ. എന്നാൽ നിങ്ങളോട് ഞാൻ പറയട്ടെ സഹോദരരെ, അത്ര ആഴമായ വികാരത്തോടുകൂടി തർക്കിക്കരുത്. ആരെയും മുറിപ്പെടുത്താതെ ഉത്തരം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ച് മാന്യവും സ്നേഹപൂർവവുമായ രീതിയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഒരു സ്നേഹിതനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു തർക്കം വിജയിച്ചിട്ട് എന്ത് കാര്യം? ജാള്യത്താൽ തുടുത്ത മുഖത്തോടെ പരസ്പരം നോക്കിയതിനു ശേഷം അവർ സാധനങ്ങളെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് പോകുവാൻ തയ്യാറായി. ഗ്രാമത്തിലേക്കുള്ള പാതയിലൂടെ നടക്കുമ്പോൾ കാറ്റ് വീശിയതിനാൽ ഞങ്ങളുടെ മുഖത്തേക്ക് പൊടി പറന്നു വീഴുന്നുണ്ടായിരുന്നു. ഒരു വലിയ കാറ്റിനുള്ള പുറപ്പാടാണെന്ന് വായിലുണ്ടായ മാറ്റത്തിൽ നിന്ന് മനസ്സിലായി. ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷം, കറുത്തിരുണ്ട മാനം, മഴ പെയ്യാൻ തുടങ്ങി. ആദ്യം മെല്ലെ, പിന്നെ ഇടിയും മിന്നലുമൊക്കെയായി ഭയങ്കര മഴ. നനയാതിരിക്കുവാൻ ഞങ്ങൾ ഓടിയൊരു കുടിലിൽ കയറി നിന്നു. വളരെ ദയനീയമായ അവസ്ഥയിലായിരുന്നു ആ കുടിൽ. ഒരു മുന്തിരിത്തോപ്പിൻ്റെ സൂക്ഷിപ്പുപരിയായിരുന്നു. എത്ര നേരം ഈ മഴ തുടരുമോ ആവോ? ആരോടുന്നില്ലാതെ പീലിപ്പോസ് ചോദിച്ചു. യൂദാസ് മറുപടി പറഞ്ഞു, നമ്മുടെ യോഗമനുസരിച്ച് ദിവസങ്ങളോളം ഇവിടെ കുടുങ്ങുവാനാണ് സാധ്യത. പത്രോസ് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ഈ അവസരം നന്നായി പ്രയോജനപ്പെടുത്താം. പിതാവായ ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ ദൈവസ്നേഹം ആഘോഷിക്കാം. അവിടുത്തെ തിരുനാമത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. അപ്പോൾ ഈ സമയം ആനന്ദകരമായി തീരും. നീ നന്നായി സംസാരിക്കുന്നു പത്രോസ്, ഞാൻ പ്രതിവദിച്ചു. എല്ലാവരും മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചു. പിതാവേ, അവിടുത്തെ പൂർണ്ണമായും സ്നേഹിക്കുന്നവരായ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഇതാ പ്രാർത്ഥനയിലൂടെ അവിടുത്തെ പക്കലേക്ക് വരുന്നു. അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹമാകുന്ന വിശിഷ്ട ദാനത്തെ പ്രതി അവിടുത്തെ സ്തുതിക്കുവാൻ ഇതാ ഞാൻ, അവിടുത്തെ പുത്രൻ, അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ മഹത്വത്തെ പ്രതി ധാരാളം പ്രവർത്തിക്കേണ്ടവരായ എൻ്റെ ഈ അനുയായികളുടെ മേൽ അവിടുത്തെ പ്രീതി ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാനുള്ള ശക്തിയാണ് അവരെ തക്ക സമയത്ത് നിറയ്ക്കണമേ. അതിനുശേഷം എല്ലാവരും ചേർന്ന് ദൈവത്തിൻ്റെ കരുണയെ പ്രതി പിതാവിനെ സ്തുതിച്ചു. കുറച്ചു നേരത്തിന് ശേഷം മഴ ശമിക്കുകയും വീണ്ടും ഞങ്ങൾ പട്ടണത്തിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. വായുവിൽ സുഖകരവും ശുദ്ധവുമായൊരു ഗന്ധം. എല്ലാവരിലും ഒരു നവോന്മേഷം. പ്രാർത്ഥനയിൽ നിന്നൊരുവായ ആനന്ദത്തോടെ എല്ലാവരും കാലടികൾ മുന്നോട്ട് വെച്ചു.
അന്തരീക്ഷത്തിൽ അനുഭവപ്പെട്ട കുളിര് ആനന്ദത്തിനും മാറ്റുകൂട്ടി. ഗുരു, ഭൂമിയെ മഴ ശുദ്ധീകരിക്കുന്നതും പുതിയതുപോലെ ആക്കുന്നതുമൊക്കെ അതിശയം തന്നെയല്ലേ? യാക്കോബ് ചോദിച്ചു. അതെ എൻ്റെ കുട്ടി, അങ്ങനെ തന്നെയാണ്. എല്ലാം പൊറുക്കുന്ന ദൈവത്തിൻ്റെ കരുണയാണ് മഴയെന്ന് സങ്കല്പിക്കുക. അത് ആത്മാവിൽ പതിക്കുമ്പോൾ പാപത്തിൻ്റെ കറകൾ മായുകയും മനുഷ്യഹൃദയം നവീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലിയാൽ എല്ലാ ദൈവമക്കൾക്കും ലഭിക്കുന്ന ദൈവിക സമ്മാനമാണത്. എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദൈവത്തിൻ്റെ കരുണ, അംഗീകരിച്ചാൽ മാത്രം മതിയാകുന്ന, സ്വീകരിച്ചാൽ മാത്രം മതിയാകുന്ന ദൈവിക വാഗ്ദാനം. നമ്മുടെ ഇന്നത്തെ വായന ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം.